എണ്ണ വിതരണം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി 1960-ൽ രൂപീകരിച്ച 13 പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയാണ് ഒപെക്, അതായത് ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. വിലയിലും വിതരണത്തിലും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി റഷ്യ ഉൾപ്പെടെ മറ്റ് 10 രാജ്യങ്ങളെ കൂടി ചേർത്ത് 2016-ൽ വിശാലമാക്കിയ സഖ്യമാണ് ഒപെക് പ്ലസ്. ആഗോള വിതരണത്തിന്റെ 55% നിയന്ത്രിക്കുന്നത് ഈ സഖ്യമാണ്. ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും UAE പ്രഖ്യാപിച്ച എക്സിറ്റ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കാർട്ടൽ സംവിധാനത്തിനുണ്ടായ വലിയ ആഘാതമാണ്. റിന്യൂവബിൾ എനർജി, EV മുതലായവ കാരണം ഭാവി ഓയിൽ ഡിമാൻഡ് അനിശ്ചിതത്വത്തിലാവാമെന്നും അതിനാൽ അവരുടെ ഓയിൽ റിസർവ്സ് കഴിയുന്നതും പെട്ടെന്ന് വിറ്റ് ധനം സമ്പാദിക്കുന്നതാണ് യുക്തിയെന്നുമായിരിക്കാം UAEയുടെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി മറ്റ് ഉൽപ്പാദകരിലേക്കും വ്യാപിച്ചേക്കാം. ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് UAE വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിലും ക്വാട്ട സിസ്റ്റം അവരുടെ ദേശീയ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ആഘാതമേൽപ്പിക്കുന്നു. നിലവിലെ ഇറാൻ യുദ്ധവും ഹോർമൂസ് തടസ്സങ്ങളും ഈ വേർപിരിയലിനെ വേഗത്തിലാക്കി. ദീർഘകാല മാർക്കറ്റ് ഷെയർ കുറച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ UAE ആഗ്രഹിക്കുന്നില്ല. UAEയുടെ എക്സിറ്റ് വില നിയന്ത്രിക്കാനും വാങ്ങുന്ന രാജ്യങ്ങളെ സ്വാധീനിക്കാനുമുള്ള ഒപെക് പ്ലസിന്റെ കഴിവിനെ ബാധിക്കും. ഇത് മാർക്കറ്റിൽ പ്രൈസ് വാറുകൾക്കുള്ള സാധ്യത ഉയർത്തുന്നു. ഇറാഖ്, റഷ്യ, കസഖിസ്ഥാൻ തുടങ്ങിയ അംഗങ്ങൾക്കും ക്വാട്ട ടെൻഷനുകളുണ്ട്. വലിയ പ്രൊഡ്യൂസറും ലീഡറുമായ സൗദി അറേബ്യയ്ക്ക് ഒന്നുകിൽ വിലകൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ നിലനിർത്തുക എന്ന ബുദ്ധിമുട്ടുള്ള സിലക്ഷൻ നടത്തേണ്ടി വരും. രണ്ടായാലും, അതായത് വില തകരുന്നതും അല്ലെങ്കിൽ വിപണി വിഹിതം കുറയ്ക്കുന്നതും നഷ്ടത്തിൽ കലാശിക്കും. ഇറാൻ യുദ്ധം അവസാനിച്ചാൽ UAEക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനും വില കുറച്ച് സ്ഥിരതയുള്ള ഏഷ്യൻ വിപണികളിൽ മത്സരിക്കാനും സാധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ കുറഞ്ഞ എണ്ണവിലയിൽ നിന്നും ഇന്ത്യ അടക്കം മറ്റ് ബയേഴ്സിന് വലിയ നേട്ടമുണ്ടാകും.